ശബരിമല ദർശനത്തിനായി എരുമേലിയിലെത്തിയ ട്രാൻസ്ജെൻഡറുകളെ പോലീസ് മടക്കി അയച്ചു. ദർശനം നടത്താൻ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിയുടെ അനുമതി തേടാൻ ട്രാൻസ്ജെൻഡറുകളോട് പോലീസ് നിർദ്ദേശിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായതായി ട്രാൻസ്ജെൻഡേഴ്സ് കോട്ടയം എസ്.പിക്ക് പരാതി നൽകി. ട്രാൻസ്ജെൻഡറുകളുടെ ശബരിമല പ്രവേശനത്തിൽ പോലീസ് സർക്കാരിൽ നിന്ന് അഭിപ്രായം തേടും. പുലർച്ചെ 3 മണിയോടെയാണ് കൊച്ചി, കോട്ടയം, കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നുമുള്ള 4 അംഗ സംഘം എരുമേലിയിലെത്തിയത്. അവന്തിക, അനന്യ, രഞ്ജുമോൾ, തൃപ്തി എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. എരുമേലി സ്റ്റേഷനിലെത്തി സംഘം പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു. എന്നാൽ സ്ത്രീവേഷത്തിൽ ശബരിമല ദർശനം നടത്താൻ സാധിക്കില്ലെന്ന മറുപടിയാണ് പോലീസിൽ നിന്നും ലഭിച്ചത്. കൂടാതെ ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മോശം പെരുമാറ്റവും ഉണ്ടായെന്നും ഇവർ ആരോപിച്ചു. ഒരു വ്യക്തിക്ക് തരേണ്ട റെസ്പെക്റ്റ് ഇല്ലായ്മ, ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തിട്ടുള്ളത്, പോലീസ് സ്റ്റേഷനിൽ പോയ ഒരു സാധാരണ പൗരന് കിട്ടേണ്ട അവകാശ നിഷേധനം, ഇതെല്ലാം കാണിച്ചുകൊണ്ട് DYSP മധുസൂദനെതിരെയും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർക്കെല്ലാം ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SP ഹരിശങ്കർ IPS ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. തുടർന്ന് കോട്ടയത്തേക്ക് മടങ്ങിയ സംഘം ജില്ലാ പോലീസ് മേധാവിയെ കണ്ടു. എന്നാൽ ഇവർക്ക് സന്ദർശനം അനുവദിക്കുന്ന കാര്യത്തിൽ നിയമപരമായി വ്യക്തത വേണമെന്നായിരുന്നു SP-യുടെ നിലപാട്. അതിലൊരു ലീഗൽ ക്ലാരിറ്റി ആയിട്ടില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അവരോട് ഒരു വിദഗ്ധ സമിതിക്ക് മുമ്പാകെ ഒരു പരാതി കൊടുത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയതിന് ശേഷം ഫർദർ സ്റ്റെപ്പിലേക്ക് പോകാൻ നമ്മൾ അഡ്വൈസ് ചെയ്തു. SP-യുമായുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് സംഘം ഹൈക്കോടതി നിരീക്ഷണ സമിതിക്ക് അപേക്ഷ നൽകാൻ തീരുമാനിച്ചു. ദേവസ്വം, ശബരിമല, ഹൈക്കോടതി നിരീക്ഷണ കമ്മിറ്റിയിലുള്ളവരാണ്. അപ്പോൾ അവരാണ് ഇതിലൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടതെന്നാണ് ഹരിസാർ പറഞ്ഞു തന്നത്. അതനുസരിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് ഞങ്ങളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു അപേക്ഷ കൊടുക്കുവാൻ പോവുകയാണ്. വേഷധാരണത്തെയും സ്വത്വത്തെയും അപമാനിച്ച കാഞ്ഞിരപ്പള്ളി DYSP ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും സംഘം SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ശബരിമലയിലേക്ക് പോയ ഇവരെ പോലീസ് തടഞ്ഞെങ്കിലും സംഘപരിവാർ സംഘടനകളും അയ്യപ്പ ഭക്തരും പ്രതിഷേധവുമായി എത്തിയില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ക്യാമറ പേഴ്സൺ രഞ്ജിത്തിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1, കോട്ടയം. ശബരിമലയ്ക്ക് പോയ ട്രാൻസ്ജെൻഡേഴ്സിന് പോലീസിന്റെ ഭാഗത്തു നിന്ന് മോശം അനുഭവം ഉണ്ടായോ എന്ന് അന്വേഷിക്കുമെന്ന് ദേവസ്വം മന്ത്രി. വേഷം മാറാൻ ആവശ്യപ്പെട്ടത് നിലവിലെ സാഹചര്യം അനുസരിച്ചാകും. ദർശനത്തിന്റെ കാര്യത്തിൽ നീതിയുക്തമായ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ഞാനും മാധ്യമങ്ങളിലൂടെയാണ് ആ വിവരം മനസ്സിലാക്കിയത്. അവരെ സംബന്ധിച്ച് എങ്ങനെയാണ് നീതിയുക്തമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതായാലും അവർ ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷനെ സമീപിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമ്മീഷൻ്റെ അഭിപ്രായം അറിയട്ടെ, അതനുസരിച്ചുള്ള തീരുമാനം ഗവൺമെൻറ് എടുക്കാം. പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നതാണ് ശബരിമലയിലെ സുപ്രീം കോടതി വിധി. യുവതികളെ തടയാനിടയായ സാഹചര്യം അവർക്ക് ആർത്തവമുണ്ട് എന്നതും. എന്നാൽ ഇന്ന് ശബരിമല ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡറുകളെ പോലീസ് തടഞ്ഞിരിക്കുന്നു. ട്രാൻസ്ജെൻഡറുകളുടെ ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് നിയമപരമായ അവ്യക്തതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് ആ അവ്യക്തത? സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ നിയമപ്രാബല്യമുണ്ടായിരിക്കെ അതിന് സാധിക്കാത്ത പോലീസിനും ഭരണകൂടത്തിനും ട്രാൻസ്ജെൻഡറുകളുടെ കാര്യത്തിൽ അവ്യക്തത ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു. ഈ വിഷയമാണെന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. അതിഥികളായി രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസ് നേതാവ്, ആനത്തലവട്ടമാനന്ദൻ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ശീതൽ ശ്യാം, ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ്, K. വേണു, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ ചേരും. വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ശബരിമലയ്ക്ക് പോകാൻ എരുമേലിയിലെത്തിയ ട്രാൻസ്ജെൻഡറുകളെ മലയ്ക്ക് പോകാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല അവരോട് മോശം പെരുമാറ്റമുണ്ടായി എന്നാണ് ഇന്ന് അവർ പരാതിപ്പെട്ടത്. ആദ്യം ശീതൽ ശ്യാമിലേക്ക്. ശീതൽ ശ്യാം, ഇന്ന് മലയ്ക്ക് പോകാൻ ശ്രമിച്ചവരോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും കൂടുതലായി. എന്ത് മോശം പെരുമാറ്റമുണ്ടായി എന്നാണ് അവർ പറയുന്നത്? ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ട്രാൻസ്ജെൻഡർ ബോഡി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവകാശ ലംഘനം ഉണ്ടായിട്ടും അത്തരത്തിലൊരു പ്രതികരണവും ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നിന്നോ ഈ ട്രാൻസ്ജെൻഡർ ബോഡിയിൽ നിന്നും ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഇന്നലെ അവർ കെട്ടുനിറയ്ക്കുമ്പോൾ ഞാൻ അവർ കെട്ടുനിറയ്ക്കുന്ന സ്ഥലത്ത് പോയിരുന്നു. അവര് സർക്കാരിന്റെ ശ്രദ്ധയിൽ അവർ പോകുന്ന കാര്യം പെടുത്തിയിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് അവര് ഇന്നലെ കെട്ടുനിറയ്ക്കുന്നതിന് മുമ്പ് തന്നെ നിലയ്ക്കൽ സ്റ്റേഷനിൽ നിന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ അവരെ ബന്ധപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാമെന്നുള്ള രീതിയിലാണ്, നിങ്ങൾ എങ്ങനെയാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമ്മളോട് ചോദ്യങ്ങൾ ഉണ്ടാവുകയുണ്ടായി ആ കുട്ടികളോട്. അതിനുശേഷം അവര് ഡ്രൈവറുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്തത്. അവര് പോയ വാഹനത്തിന് ഡ്രൈവറുമായി കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെ ഇവർ ചെല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവര് പലപ്പോഴും മാധ്യമങ്ങൾ പലപ്പോഴും നമ്മളോട് ചോദിച്ചപ്പോ
നമ്മൾ ആരും മറുപടി കൊടുത്തിട്ടില്ല. കാരണം ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ വിശ്വാസം അവർക്ക് വേണം. അതുകൊണ്ട് തന്നെ ആരോടും പറയാതെ പോകണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് അവര് പോയിട്ടുള്ളത്. പക്ഷെ എങ്ങനെയൊക്കെയോ അവര് അറിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കാരണം സർക്കാരിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധ ക്ഷണിക്കാനായിട്ട് അവര് DTP എടുക്കാൻ DTP സെന്ററിൽ പോയപ്പോ അവിടുത്തെ DTP സെന്ററിൽ ആളൊക്കെയാണ് ഇത് ലീക്ക് ചെയ്തതെന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് മാത്രമല്ല, നിലയ്ക്കൽ സ്റ്റേഷനിൽ നിന്നും വിളികൾ വരികയും അതിനുശേഷം എരുമേലി സ്റ്റേഷനിൽ നിന്ന് വിളികൾ വരികയും അങ്ങനെ ഇവര് വളരെ വളരെ സ്വീകാര്യതയോടുകൂടി അവിടെ ചെല്ലാം, അവർക്ക് ദർശനം നടത്താം എന്നുള്ളൊരു വിചാരത്തോടു കൂടി അവർ അവിടെ പോവുകയും പക്ഷേ രാവിലെ പുലർച്ചെ മുതൽ അവര് വളരെ സങ്കടത്തോടു കൂടി തിരിച്ചു വിളിക്കുകയും ധാരാളം പ്രശ്നങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. അതിലുപരി വളരെ ഹറാസ്മെന്റ് സ്റ്റേഷനിൽ നിന്നാണ് നേരിടുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് പുരുഷന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥര് അവരോട് പറയുകയാണ്, നിങ്ങൾ ശബരിമലയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ വന്ന വേഷമായിട്ടുള്ള സാരി മാറ്റി നിങ്ങൾ പാന്റും ഷർട്ടും ധരിച്ചാൽ മാത്രമേ അങ്ങോട്ട് നിങ്ങൾക്ക് പോവാൻ സാധിക്കൂ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ. അപ്പൊ അവർക്ക് വിശ്വാസം വലുത് എന്ന് വിചാരിച്ച് അവര് പറഞ്ഞു, ഞങ്ങൾ പോവാൻ തയ്യാറാണ്, പാന്റ് ഷർട്ടും ധരിച്ച് പോവാൻ തയ്യാറാണ്. അപ്പോൾ വീണ്ടും സംസാരം മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഇനി പോവാൻ സാധിക്കത്തില്ല, നിങ്ങൾ തിരിച്ചു പോകണം എന്നുള്ള രീതിയിൽ വീണ്ടും സംസാരിക്കണ്ടേ. അപ്പൊ വളരെ കൃത്യമായിട്ട് വളരെ രണ്ടു തരം നിലപാടെടുക്കുന്ന ഒരു പോലീസ് സിസ്റ്റം നമുക്കുണ്ട്. അതുപോലെ തന്നെ സർക്കാർ തന്നെ പറയുന്നു സ്ത്രീകളോട് വരുവാനും മറ്റേത് ലിംഗവിഭാഗങ്ങളോട് വരുവാനും പറയുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാമെന്ന് പറയുന്ന സർക്കാരിന് എവിടേക്കോ പിഴവ് സംഭവിക്കുന്നു, പോലീസിന് അതിലേറെ വലിയ പിഴവ് സംഭവിക്കുന്നു. യാതൊരു ജെൻഡർ സെൻസിറ്റൈസേഷനും ഇല്ലാത്ത, ജെൻഡർ അവയർനെസ് ഇല്ലാത്ത പോലീസ് വിഭാഗമാണ് നമ്മുടെ ഇടയിലുള്ളത്. പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുടെ ഇടയിൽ ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള പോലീസിന്റെ മോശം പെരുമാറ്റത്തെ കുറിച്ചുള്ള നിരവധി വാർത്തകൾ കഴിഞ്ഞ 1-2 വർഷമായി ശീതൽ ശ്യാം ഈ ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള മോശം പെരുമാറ്റം, പോലീസിന്റെ മോശം പെരുമാറ്റത്തെ കുറിച്ചുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ട്. ഞാൻ കുറെ കൂടി സ്പെസിഫിക് ആയി ചോദിക്കുകയാണ്. അല്ല, ഒരു സംശയം ശീതൽ ശ്യാം, ഒരു സംശയം. ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽപ്പെട്ടവർ ശബരിമലയ്ക്ക് ആദ്യമായാണോ പോകുന്നത്? ഇതിനു മുമ്പ് മണ്ഡലകാലത്ത് അവർ പോയിരുന്നില്ലേ? തീർച്ചയായിട്ടും ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, വളരെ കാലങ്ങൾക്ക് മുമ്പ്. അന്ന് തിരിച്ചയച്ചിട്ടുണ്ട്. പക്ഷെ 2016 തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള പലരും വന്നപ്പോ തന്ത്രിയുടെ അനുമതിയോടുകൂടി അവർ കയറുകയും പോലീസ് അവരെ സപ്പോർട്ട് ചെയ്യുകയും പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്തു. അത് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ കൈവശമുണ്ട്. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്. ട്രാൻസ് വുമൻസ് ആയിട്ടുള്ള ആൾക്കാർ അവര് വജൈനോപ്ലാസ്റ്റി ചെയ്തതും വളരെ പൈസ ചെലവാക്കി വജൈനോപ്ലാസ്റ്റി ചെയ്തിട്ടും ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ചെയ്തിട്ടും അവര് സ്ത്രീ ആയിട്ട് തന്നെ അവർ നടക്കുമ്പോൾ അവരുടെ വസ്ത്രമഴിച്ച് പുരുഷവേഷം ധരിക്കാനായിട്ട് ഭരണഘടന അറിയുന്ന ഒരു പോലീസുകാരന് അത് സാധിക്കത്തില്ല. കാരണം വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ ഏത് വസ്ത്രത്തിൽ ഒരു ദൈവത്തിനെ കാണണം, ഒരു ദൈവത്തിനെ വിശ്വസിക്കണം എന്നുള്ളത് എന്റെ ഭരണഘടനയുടെ അവകാശമാണ്. അവിടെ ഞാൻ ഒരു ആർത്തവമുള്ള വ്യക്തിയല്ല, എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആർത്തവത്തിന്റെ കാര്യത്തിലും കൃത്യമായിട്ടുള്ള വ്യക്തത പാലിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ വിലക്കാനായിട്ട് എന്തുകൊണ്ടാണ് പോലീസിന് ധൈര്യമുള്ളത്? അതുപോലെ തന്നെ അവരെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ, അവരെ പേരെടുത്തുകൊണ്ട് അവരുടെ ജെൻഡറിനെ ചോദ്യം ചെയ്യുക, വ്യക്തിപരമായി മാനസികമായി പീഡിപ്പിക്കുക, ഇതിന്റെയൊക്കെ തന്നെ വലിയ സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ വിശ്വാസത്തിന്റെ അളവ് അളക്കാനായിട്ട് ആരാണ് അനുവാദം കൊടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മള് നവോത്ഥാനത്തെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് സംസാരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു കാലഘട്ടം. നമുക്ക് എവിടെയാണ് നവോത്ഥാനം ഉള്ളത്? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജെൻഡറുമായിട്ട് നമുക്ക് കൃത്യമായിട്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. അത് പ്രത്യേകിച്ച് ശ്രീ ആനത്തലവട്ടമാനന്ദൻ, നമുക്കൊരു ജെൻഡർ പോളിസി ഉണ്ട്, ഒരു ട്രാൻസ്ജെൻഡർ പോളിസി ഉണ്ട് ഈ സംസ്ഥാനത്തിന്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് MK മുനീർ മന്ത്രിയായിരിക്കുമ്പോൾ ഉണ്ടാക്കിയ ഒരു പോളിസിയാണ്. ആ പോളിസിയുടെ ആദ്യ പേജിൽ 1ാമത്തെ ഖണ്ഡികയിൽ തന്നെ 2ാമത്തെ ഭാഗമായി പറയുന്നത് എല്ലാ പൗരന്മാർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള അവകാശമുണ്ടെന്ന് ഭരണഘടന പറയുന്നു. വസ്ത്രധാരണം, വാക്കുകൾ, പ്രവൃത്തികളോ പെരുമാറ്റമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലൂടെയോ സ്വന്തം ലിംഗത്തെ തിരിച്ചറിയുന്നവന് ഭാവാവിഷ്കാരം നടത്താൻ കഴിയും. ഭരണഘടനയുടെ അനുച്ഛേദം 19(2) വ്യവസ്ഥകൾക്ക് വിധേയമായ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ബാഹ്യരൂപം അല്ലെങ്കിൽ വസ്ത്രധാരണത്തിൽ നിയന്ത്രണം വരുത്താൻ കഴിയുകയില്ല. ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള മൗലികാവകാശങ്ങളിൽ സ്വകാര്യത, സ്വയംഭരണാവകാശം, വ്യക്തിപരമായ സമഗ്രത എന്നിവയെ അനുച്ഛേദത്തിൽ അംഗീകരിക്കുകയും ഗവൺമെൻറ് ഈ അവകാശങ്ങളെ സംരക്ഷിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാൻ ബാധ്യസ്ഥരാണെന്ന് ഊന്നൽ നൽകുകയും ചെയ്യുന്നു. ഈ പോളിസി ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മാറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സിന് അനുകൂലമായ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സർക്കാരാണിത്. എന്നിട്ടും എരുമേലി പോലീസ്
ഇവരോട് മോശമായി പെരുമാറി അവരെ ശബരിമലയ്ക്ക് പോകാൻ അനുവദിച്ചില്ല, അവരോട് വസ്ത്രം മാറ്റാനെന്നെല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സർക്കാർ മൗനം പാലിക്കുകയാണ്. ഒരിടത്തു നിന്ന് പോലും ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല. അത് മാറ്റണം, അല്ലെങ്കിൽ ഞാനത് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്, ചാനലിലൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ മറുഭാഗം പോലീസിൻ്റെ ഭാഗത്തുള്ള വെർഷൻ നമുക്കാർക്കും അറിയില്ല, നിങ്ങളാരും പറയുന്നതുമില്ല. അവരോട് നിങ്ങൾ വേറെ അന്വേഷിച്ചോന്നും കോട്ടയം എസ് പി ഹരിശങ്കർ പറഞ്ഞത് ഇക്കാര്യത്തിൽ നിയമപരമായ അവ്യക്തതയുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിനെ ശബരിമലയ്ക്ക് വിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിയമപരമായ അവ്യക്തതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അത് ഞാനും എസ് പിയുടെ കമൻറ്റ് കേട്ടു. ഇവിടെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇവരോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പെരുമാറിയ ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായം എന്താണ്, അവരങ്ങനെ പെരുമാറിയോ ഇല്ലോ എന്നുള്ളവരെ നിങ്ങൾ ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മാധ്യമങ്ങളല്ലല്ലോ ചോദിക്കുന്നത്, സർക്കാരല്ലേ. പോലീസ് അത്തരം അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരല്ലേ അത് ചോദ്യം ചെയ്യേണ്ടത്. അത് സർക്കാർ ചോദിക്കും, അത് സർക്കാർ ചോദിക്കും അപമര്യാദയായി പെരുമാറിയോ ഇല്ലെന്ന്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അടുത്തല്ല, ഒരാളുടെ അടുത്ത് അപമര്യാദയായി പെരുമാറുക എന്നുള്ളത് ഈ ഗവൺമെൻറ് നയമല്ല. ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പെരുമാറിയെന്ന് തെളിഞ്ഞാൽ അനുസരണമായ നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കും. അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. ഇവിടെ പ്രധാന പ്രശ്നം അതല്ലല്ലോ. ശബരിമല ഇഷ്യൂവിൻ്റെ മെയിൻ ഇവിടെ കുറേ നാളുകളായി 2 മാസമായി നടക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും. ആ സമരങ്ങൾ ഏതെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സിനെ ശബരിമലയ്ക്ക് പോകുന്നതിന് തടയുന്നതിന് എന്താണ് ഇപ്പോഴുള്ള നിയമപ്രശ്നം നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഞാനതല്ലേ പറഞ്ഞത്, നിങ്ങൾ തന്നെ ചോദിച്ചപ്പോൾ അവിടുത്തെ എസ് പി ഹരിശങ്കർ പറയുകയുണ്ടായി, ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷകന്മാരാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഞങ്ങൾക്ക് അവ്യക്തതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവരോടുകൂടി ചോദിച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞ് ചെയ്യും, ഇവരെ കയറ്റില്ലെന്ന് ഒന്നും തീർത്ത് പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി ആ നിയമോപദേശം നേടുകയും ആ കമ്മീഷൻ ഹൈക്കോടതി നിയോഗിച്ച 3 പേരുണ്ട്, അവരോട് ചോദിച്ചിട്ട് വേണ്ടി ചെയ്യുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിനകത്ത് എന്താ അവ്യക്തത ഉള്ളത്? അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ. സുപ്രീം കോടതി വിധി പ്രകാരം സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ ശബരിമലയ്ക്ക് പോകാം എന്ന് വിധി നിലനിൽക്കുകയാണ്. ആ വിധിക്കെതിരെ റിവ്യൂ ഹർജികളൊക്കെ ഉണ്ട്. പക്ഷേ ആ റിവ്യൂ ഹർജികൾ ഈ വിധിയിൽ സ്റ്റേ വന്നിട്ടില്ല. ആ വിധി നടപ്പാക്കാൻ, ആ വിധി പ്രകാരം ഒരു സ്ത്രീക്ക് ശബരിമലയ്ക്ക് പോകുന്നതിന് സംരക്ഷണം കൊടുക്കാൻ ഈ സർക്കാരിന് 2-3 മാസമായിട്ടും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം സ്ത്രീകളിൽ ആർത്തവമുള്ളവർ അവിടെ കയറിയാൽ അശുദ്ധമാകും, ആചാരം ലംഘിക്കപ്പെടുമെന്ന എതിർവാദക്കാരുടെ അഭിപ്രായത്തെ ഭയന്ന്, അല്ലെങ്കിൽ ആ പ്രതിഷേധത്തെ ഭയന്നാണ് സർക്കാർ അത് ചെയ്യാതിരിക്കുന്നത്. എങ്കിൽ ആർത്തവം ഒരു പ്രശ്നമേ അല്ലാത്ത ഭിന്ന ലിംഗക്കാരുടെ പ്രശ്നത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവ്യക്തത ഉണ്ടാവുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ ആർത്തവവും അശുദ്ധിയും ട്രാൻസ്ജെൻഡർ ഇതൊന്നും അല്ലല്ലോ അവിടെ പ്രശ്നം. അവിടെ ഒന്നും ഗവൺമെന്റ് അങ്ങനെ ആയിരുന്നു കണക്കൂട്ടിയില്ല. സുപ്രീം കോടതി അങ്ങനെ പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് തടയുന്നത്? ആ തടഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പോലീസ് തന്നെ ക്ലാരിഫൈ ചെയ്തല്ലോ. ട്രാൻസ്ജെൻഡറിന് കയറാമോ ഇല്ലെന്നതിനെ കുറിച്ച് അവിടുത്തെ പുതിയ നിരീക്ഷക സംഘത്തെ വെച്ചിട്ടുണ്ട്. അവരുടെ കൂടെ ഒപ്പീനിയൻ ആരാഞ്ഞതിന് ശേഷം കയറുന്നതിനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുമെന്ന് അസന്നിഗ്ധമായി പറഞ്ഞല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ആചാര ലംഘനം, ആർത്തവമതികളായ സ്ത്രീകൾ അവിടെ പ്രവേശിക്കുന്നതാണ് ആചാര ലംഘനം. അതുകൊണ്ടാണല്ലോ സ്ത്രീകൾക്കെതിരെ അവിടെ പ്രക്ഷോഭം നടക്കുന്നത്. ആർത്തവം ഒരു പ്രശ്നമേ അല്ലാത്ത ട്രാൻസ്ജെൻഡറുകൾ അങ്ങോട്ട് പോകുമ്പോൾ തടയുന്നതിൽ എന്താ വ്യക്തത? അതിലെന്താണ് അവ്യക്തതയുള്ളത്? ആർത്തവമുള്ള സ്ത്രീകൾ അവിടെ കയറുന്ന ആചാര ലംഘനമാണെന്ന് പറയുന്നത് ഏത് ആചാരം, ആര് നിശ്ചയിച്ചത്? നിശ്ചയിക്കാൻ ആർക്കാണ് അവകാശം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അളവുകൾ ആർക്കാണുള്ളത്? അല്ല, അങ്ങനെയാണെങ്കിൽ ഇവരുടെ കാര്യത്തിൽ എന്തിനാണ് ആ വ്യക്തത? ആ വ്യക്തത തീർക്കേണ്ടത് സർക്കാരല്ലേ, ഭരണകൂടമല്ലേ? ഞാൻ എൻ്റെ സുഹൃത്തെ, ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സംശയം തോന്നുമെങ്കിൽ ആ സംശയത്തിന് നിവൃത്തി വരുത്തിയതിന് ശേഷം അവരെ പ്രവേശിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. നിങ്ങളിതിൻ്റെ ഇടയിൽ ആർത്തവമില്ല, ഇവർക്ക് ട്രാൻസ്ജെൻഡറിൻ്റെ ആർത്തവമില്ല, ഇവരെ പിന്നെ കയറ്റുന്നതിന് എന്താണ് തടസ്സമെന്ന് വീണ്ടും ചോദിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ആർത്തവത്തിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് അവിടെ കയറ്റണ്ടെന്നുള്ള അഭിപ്രായം ഈ ഗവൺമെൻറ്റിനില്ല. സുപ്രീം കോടതി അത് പറഞ്ഞിട്ടില്ല. അതിന്റെ പേര് ആർത്തവവും അശുദ്ധിയും ആരാണ് തീരുമാനിക്കുന്നത്? തീരുമാനിക്കാൻ ട്രാൻസ്ജെൻഡറുടെ കാര്യത്തിൽ ഈ പറയുന്ന നിങ്ങൾ ഈ ഉന്നയിക്കുന്ന അശുദ്ധി, അല്ലെങ്കിൽ എതിർവാദക്കാർ ഉന്നയിക്കുന്ന അശുദ്ധിയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇനി ഇവരെങ്ങാനും ആർത്തവമതികളായ സ്ത്രീകളാണോ എന്ന സംശയം പോലീസിനുണ്ടെങ്കിൽ അതൊരു വൈദ്യപരിശോധനയോടെ സ്ഥിരീകരിക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും ചെയ്യാതെ ഞങ്ങൾക്ക് നിയമപ്രശ്നമുണ്ട്, അവ്യക്തതയുണ്ട് എന്ന് പറഞ്ഞാൽ അവർ മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്.
അല്ല, ബാങ്കർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, പോലീസിന് അങ്ങനെ ഒരു സംശയം തോന്നി. പോലീസിൻ്റെ മേധാവി അവർ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു, ഞങ്ങൾ അവരുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യട്ടെ, കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രവേശനത്തിനെല്ലാം സഹായം തരാമെന്ന് പറഞ്ഞു. ഇത് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? താങ്കൾ പറഞ്ഞത് അതല്ല, അത് തന്നെയാണ് സംശയം. എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലികാവകാശത്തെക്കുറിച്ചാണ് ഞാൻ മുമ്പ് വായിച്ചത്. മൗലികാവകാശം എന്ന് പറഞ്ഞാൽ ലിംഗഭേദമന്യേ വസ്ത്രധാരണത്തിനുള്ള അവകാശം, സ്വന്തം ലിംഗസ്വത്വം വെളിപ്പെടുത്താനുള്ള അവകാശം. ശബരിമലയുടെ വിഷയത്തിലാണെങ്കിൽ അവിടെ ആർത്തവമാണ് പ്രശ്നം. ഈ പറയുന്ന ട്രാൻസ്ജെൻഡറുകളെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല എന്ന് മുമ്പ് ശീതർഷ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആർത്തവം അവരുടെ പ്രശ്നമല്ല. ഇനി അങ്ങനെ എങ്ങാനും ഇവർ സ്ത്രീകളാണോ എന്ന സംശയം പോലീസിനുണ്ടെങ്കിൽ, സ്ത്രീകളാണോ എന്ന സംശയമുണ്ടെങ്കിൽ ഒരു വൈദ്യപരിശോധനയിലൂടെ അത് തെളിയിക്കാവുന്നതേ ഉള്ളൂ. അതുപോലും ചെയ്യാതെ അവരെ മടക്കി അയക്കുന്നു. അവരോട് വസ്ത്രം മാറ്റി പൊക്കോളാൻ പറയുന്നു. ശബരിമലയ്ക്ക് പോകണമെങ്കിൽ പാൻറ് ഇട്ടുകൊണ്ട് പൊക്കോ എന്ന് പറയുന്നു. പിന്നീട് അവരെ മടക്കി അയക്കുന്നു. ഇവിടെയാണ് പ്രശ്നം. ഇതൊരു അവകാശ ലംഘനമാണ്. ഭരണഘടന ഒരു പൗരന് നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണ്. അത് ചോദ്യം ചെയ്യപ്പെടും. അതിന് ആ അവകാശ ലംഘനത്തിനെതിരായി അവർക്ക് നിയമപരമായ നടപടി സ്വീകരിക്കാം. ഒരു കുഴപ്പമില്ല. ആർത്തവമാണ് പ്രശ്നമെന്ന് ഇവിടെ സർക്കാർ പറഞ്ഞോ? ശബരിമല പ്രവേശനം അത് സർക്കാരല്ല, അത് പ്രതിഷേധക്കാരാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അങ്ങനെ പ്രതിഷേധക്കാർ സർക്കാരിന്റെ അവരുടെ പ്രതിഷേധം കൊണ്ടാണല്ലോ അവിടെ പോലീസിന് സംരക്ഷണം കൊടുക്കേണ്ടി വരുന്നത്. ഒരു സ്ത്രീ പോലും ഈ 3 മാസം ഒരു സ്ത്രീ പോലും അവിടെ പ്രവേശിക്കാതിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ്? ഒരാൾക്ക് പോലും അവിടെ പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അത് ക്ഷേത്രപ്രവേശന വിളംബരം വന്നതിന് ശേഷമേ 924 വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് ക്ഷേത്രപ്രവേശന വിളംബരം വന്നതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കയറിയത്? അത് കയറിയതല്ല. അവിടെ സംരക്ഷണം കൊടുക്കേണ്ട പോലീസാണ് തിരിച്ചയക്കുന്നത്. അവിടെ സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് തിരിച്ചയക്കുകയാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ അതെ അന്നും പോലീസുണ്ട്, അന്നും പ്രക്ഷോഭക്കാരുണ്ട്, അന്നും ഇതിൻ്റെ ആൾക്കാരുണ്ട്. ഉടനെ തന്നെ കയറിയില്ലല്ലോ. കയറാൻ ആൾക്കാർ വഴി തുറന്ന് കിട്ടി, പ്രതിബന്ധം തീർന്നു കിട്ടി. കയറും. ആരെല്ലാം എന്തെല്ലാം സഹായിക്കാൻ ശ്രമിച്ചാലും തന്നെ സ്ത്രീകൾ അവിടെ പ്രവേശിക്കും. അവിടെ പോയി അയ്യപ്പനെ വണങ്ങും, നേർച്ച നടത്തും, അതൊക്കെ നടക്കും. അതിനുള്ള തടസ്സമുണ്ടായിരുന്ന ഒരു കോടതി വിധി, ആ തടസ്സം സുപ്രീം കോടതി മാറ്റിക്കളഞ്ഞു. ഇന്ന് കയറിയോ നാളെ കയറിയോ മറ്റന്നാൾ കയറിയോ എന്നുള്ളതല്ല. ലോകം അവസാനിച്ചിട്ടില്ല. അവർക്ക് സൗകര്യമുള്ള അവസരത്തിൽ കയറും. ശരി, ആ വാദം ഞാൻ മുഖവിലക്കെടുക്കുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നിങ്ങളുടെ സർക്കാരാണ് ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. ട്രാൻസ്ജെൻഡറുകൾക്ക് സമൂഹത്തിൽ തുല്യാവകാശങ്ങൾ, ലിംഗഭേദമന്യുള്ള തുല്യാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു നയമാണിത്. ആ നയം ഈ സർക്കാർ വന്നിട്ട് മാറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ എൻഹാൻസ് ചെയ്യുകയാണ് ഈ സർക്കാരും ചെയ്തത്. ട്രാൻസ്ജെൻഡറുകളോട് ഇന്ന് പോലീസ് ചെയ്തത് ഭരണകൂടത്തിൻ്റെ മനോഭാവം തന്നെയാണോ? അല്ല, ഇവിടെ നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ള അങ്ങ് വിടുക. സെപ്റ്റംബർ മാസം 28-ാം തീയതി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു വിധി വന്നിട്ടുണ്ട്. എന്താ വിധി? ശബരിമലയിൽ 10 വയസ്സിന് മുകളിൽ 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നു, യുവതികൾക്ക് പ്രവേശനമില്ലായിരുന്നു. ആ പ്രവേശനമില്ലാത്ത നടപടി എടുത്തു കളഞ്ഞു. ശബരിമലയിൽ ലിംഗവ്യത്യാസം പാടില്ല. ശബരിമലയിൽ സ്ത്രീ പുരുഷ സമത്വം വേണം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ, അത് ട്രാൻസ് വുമൺ ആകട്ടെ, അവരുടെ ജെൻഡർ എന്തുമാകട്ടെ, ഈ സുപ്രീം കോടതി വിധിയോടുകൂടി അവർക്ക് ശബരിമലയിൽ കയറാൻ മറ്റൊരു തടസ്സവുമില്ല. ശബരിമലയിൽ പോകാൻ തയ്യാറായിരുന്നുവെന്ന അവരുടെ ലിംഗപരമായ കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കാൻ എന്താ അധികാരം, എന്ത് അവകാശം അവർക്കുള്ളത്? അവർ ട്രാൻസ് വുമൺ ആകട്ടെ, അല്ലെങ്കിൽ അവർ പുരുഷ വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, അവർ സ്ത്രീകളാണെങ്കിൽ സെപ്റ്റംബർ 28 വരെ അവർക്ക് അവിടെ കയറാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ അവിടെ കയറാൻ സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധി നടപ്പിലാക്കേണ്ട ആരാ? സംസ്ഥാന ഗവൺമെൻറ്റാ. ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ തുലാമാസ പൂജയ്ക്ക് ആവശ്യത്തിന് പോലീസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ യുവതികളെ തടഞ്ഞു. ചിത്തിരയാട്ട് വിശേഷത്തിന് അവിടെ അക്രമം അരങ്ങേറി. ഇപ്പോൾ ആയിരക്കണക്കിന് പോലീസുകാരെ ശബരിമലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഈ ട്രാൻസ്ജെൻഡർ മാത്രമല്ല, ഒരുപാട് ആളുകൾ ശബരിമലയിൽ പോകാൻ വന്നു. അവർ സംരക്ഷണം ആവശ്യപ്പെട്ടു. സംരക്ഷണം കൊടുക്കേണ്ട പോലീസാണ് അവരെ മടക്കി അയക്കുന്നത്. അതിൻ്റെ അർത്ഥം സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ പോലീസിന് താല്പര്യമില്ല. പോലീസിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് താല്പര്യമില്ല. ഗവൺമെന്റ് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പിണറായി വിജയന് താല്പര്യമില്ല. ഇവർ സുപ്രീം കോടതിയുടെ വിധിയുടെ പേര് പറഞ്ഞ് അവിടെ വരുന്ന സ്ത്രീകളെ, യുവതികളെ പറ്റിക്കുകയാണ്, കളിപ്പിക്കുകയാണ്. അവര് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ അവർക്ക് താല്പര്യമില്ല. ഒരു ഭാഗത്ത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമെന്ന് പറയുന്നു,
അത് അട്ടിമറിക്കാൻ നിൽക്കുന്ന RSS, സംഘപരിവാർ, അതുപോലെ തന്നെ കർമ്മസമിതി, അവർക്കാണ് പിന്നെ അയ്യപ്പ സേവാ സമാജത്തിന് അവിടെ അന്നദാനം കൊടുത്തു. അതിൻ്റെ നേതാവ് അയ്യപ്പദാസ്, അയാൾ RSS. പരസ്യമായിട്ട് അയാൾ പറഞ്ഞു, ഞങ്ങളുടെ ജോലി അന്നദാനം മാത്രമല്ല, യുവതികളെ ശബരിമലയിൽ വന്നാൽ തടയുക എന്നുള്ളതാണ്. അപ്പോ ശബരിമല പിണറായി വിജയൻ RSSകാർക്ക് തീരെഴുതി കൊടുത്തു. ഇനി ഒറ്റ യുവതി കയറാൻ അവർ സമ്മതിക്കത്തില്ല. RSSന് പോലീസിന് ഭയമാണ്. അതുകൊണ്ട് ട്രാൻസ് വുമൺ ചെന്നാൽ, ട്രാൻസ്ജെൻഡർ ചെന്നാൽ അവരെ അകത്തോട്ട് വിടുന്നില്ല. യുവതികൾ ചെന്നാൽ അവരെ വിടത്തില്ല. വിട്ടാൽ RSS തടയും, സംഘപരിവാർ തടയും. സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും പോലീസ് കയ്യിലുണ്ടായിട്ടും കേന്ദ്രം ഈ വിധി നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടും പിണറായി വിജയൻ ഈ വിധി നടപ്പിലാക്കാൻ തീരെ താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ താല്പര്യം വിധി നടപ്പിലാക്കും എന്ന് പറയുക മാത്രമാണ്. അങ്ങനെ പറഞ്ഞ് ശരി രാജ്മോഹൻ, ഒരു കാര്യം കൂടി താങ്കളോട് ഒരു കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസും അതുപോലെ UDF പ്രഖ്യാപിച്ചിട്ടുള്ളത്, അവരുടെ പ്രഖ്യാപിത നയം ശബരിമല വിഷയത്തിൽ ഭക്തർക്കൊപ്പം എന്നാണല്ലോ. ഭക്തർക്കൊപ്പം എന്ന ഒരു നിലപാട്, രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന UDFും കോൺഗ്രസും ട്രാൻസ്ജെൻഡേഴ്സ്, അത് ട്രാൻസ് വുമൺ ആകട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ അവർ ശബരിമലയിൽ പോകുന്നതിനെ അനുകൂലിക്കുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കുന്നത് തന്ത്രി സമൂഹമാണ്. ആ തന്ത്രി സമൂഹം ട്രാൻസ്ജെൻഡർ അവിടെ കയറാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ അനുകൂലിക്കും. അവരവിടെ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ എതിർക്കും. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ അവിടുത്തെ വിശ്വാസി സമൂഹത്തോടൊപ്പമാണ്. ആ വിശ്വാസി സമൂഹത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടെ പുലർത്തുന്നത് തന്ത്രി കുടുംബമാണ്. ആ തന്ത്രി കുടുംബം അവിടെ ട്രാൻസ്ജെൻഡേഴ്സിന് കയറാം എന്നാണ് പറയുന്നതെങ്കിൽ ഞങ്ങളെടുത്തിരിക്കുന്ന തീരുമാനം 10 വയസ്സിന് മുകളിൽ 50 വയസ്സിന് താഴെയുള്ള യുവതികളെ കയറ്റരുത് എന്നാണ്. ആ കയറരുത് എന്ന് തീരുമാനമെടുത്ത പട്ടികയിലാണ് ഈ ട്രാൻസ്ജെൻഡർ എങ്കിൽ അവർ കയറാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. വളരെ ക്ലാരിറ്റിയോടുകൂടി ഞാൻ പറയുന്നു. അതായത് ശബരിമലയിൽ ട്രാൻസ്ജെൻഡറുകൾ പോകണമോ വേണ്ടയോ എന്നുള്ളത് തന്ത്രിമാർ ഒരു ദേവപ്രശ്നത്തിലൂടെ തീരുമാനിക്കും. അല്ലാതെ ഭരണഘടന അവർക്ക് നൽകിയിട്ടുള്ള ആരാധനാ സ്വാതന്ത്ര്യം, റൈറ്റ് ഓഫ് എക്സ്പ്രഷൻ ഇവിടെ ബാധകമാവില്ല എന്ന്. റൈറ്റ് ഓഫ് എക്സ്പ്രഷൻ ഈ പറയപ്പെടുന്ന യുവതികൾക്ക് അവിടെ ബാധകമല്ലല്ലോ. ബാധകമാണെങ്കിൽ ഈ സെപ്റ്റംബർ 28 കഴിഞ്ഞ് ശബരിമല തുലാമാസത്തിൽ തുറന്നില്ലേ, ചിത്തിരയാട്ട പൂജയ്ക്ക് തുറന്നില്ലേ, മണ്ഡലത്തിന് വൃശ്ചികം 1 തൊട്ട് ഇപ്പൊ ധനു 1 1 മാസക്കാലമായി തുറന്നിരിക്കുന്നു. സുപ്രീം കോടതി വിധി വന്നിട്ടും ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു യുവതിയെ പറ്റാൻ പിണറായി വിജയൻ ആയോ? കഴിഞ്ഞോ? പണ്ട് പിന്നെ ഈ പറയപ്പെടുന്ന ക്ഷേത്രപ്രവേശന വിളംബരം ഒരു കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ല അന്ന് നടന്നത്. ഇന്ന് ഇന്ത്യയുടെ പരമോന്നത കോടതി, അതിന്റെ ഭരണഘടനാ ബെഞ്ച് ഒരു വിധി പുറപ്പെടുവിച്ചിട്ട് ആ വിധി നടപ്പിലാക്കാൻ കേന്ദ്രം സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലീസും പട്ടാളവും കയ്യിലിരുന്നിട്ട് ഈ വിധി നടപ്പിലാക്കാൻ പിണറായി വിജയൻ. ശരി രാജ്മോഹൻ ഉണ്ണിത്താൻ, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ കെ വേണു, 2 കാര്യമാണ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്. ഒന്ന്, ആനത്തലവട്ടം ആനന്ദൻ സൂചിപ്പിച്ച ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം, അതൊരു രാജഭരണകാലത്ത്, ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിൽ നടന്ന ഒരു വിളംബരമാണ്, ഒരു പ്രഖ്യാപനമാണ്. അത് വൈകിയാണ് നടന്നത്. അത് വൈകാനുണ്ടായ സാമൂഹികമായ കാരണങ്ങളുണ്ടാകും. അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ബാധകമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് പോലെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അവകാശങ്ങൾ സർക്കാർ ഇവിടെ ഒരു നവോത്ഥാനം അതിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അത് സ്ത്രീകളുടെ ശാക്തീകരണം സംബന്ധിച്ചാണ്. ഇവിടെ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് പോളിസിയുണ്ട്. ഈ പറയുന്ന നവോത്ഥാന മതിലിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഇടമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇപ്പോൾ വ്യക്തമല്ല. സർക്കാർ അത് പ്രഖ്യാപിച്ചിട്ടുമില്ല. ഈ പറയുന്ന സർക്കാരിൻ്റെ നവോത്ഥാന ശ്രമങ്ങൾ, ഇന്ന് പോലീസ് ട്രാൻസ്ജെൻഡേഴ്സിനോട് നടത്തിയ ആ പെരുമാറ്റം, ആ മനോഭാവം വച്ച് പരിഗണിക്കുമ്പോൾ ആ നവോത്ഥാന ശ്രമങ്ങൾ ആത്മാർത്ഥമാണെന്ന് പറയാൻ കഴിയും? ഇത് പ്രശ്നം താരതമ്യേന ലളിതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോടതി വിധി നടപ്പിലാക്കും എന്നുള്ള പിണറായി വിജയൻ്റെ പ്രഖ്യാപനം തീർച്ചയായിട്ടും വളരെ പുരോഗമനപരവും അങ്ങനെ ചിന്തിക്കുന്നവരെ എല്ലാം തന്നെ സന്തോഷിപ്പിച്ചതുമായ ഒരു പ്രഖ്യാപനമായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായിട്ട് അത് നടപ്പിലാക്കാൻ, ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് പോലെ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നില്ല എന്നുള്ളതല്ല, നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വിഷയം.
കഴിയുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പ്രായോഗികമായി അത് ബുദ്ധിമുട്ടാണ് എന്ന് അവർക്കറിയാം. ഇത്രയധികം പോലീസ് സംവിധാനം, ആയിരക്കണക്കിന് പോലീസൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ശബരിമലയ്ക്കുള്ള യാത്ര എന്നുള്ള വിഷയമുണ്ടല്ലോ, അതിൽ പ്രത്യേകിച്ച് ആ വനപ്രദേശത്തിലൂടെയൊക്കെ തന്നെയുള്ള കാൽനടയായി തന്നെ പോകേണ്ട മാർഗങ്ങൾ മുഴുവൻ തന്നെ പോലീസിനാൽ സംരക്ഷിക്കാനാകില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനം. പക്ഷെ അത് രാഷ്ട്രീയമായതൊരു കാപട്യമായി മാറിയിരിക്കുന്നു. കാരണം കോടതി വിധി നടപ്പിലാക്കും എന്നുള്ള ധീരമായ പ്രഖ്യാപനം അതിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല. എന്നാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥ എന്നത് തുറന്നു പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ടുണ്ടാകുന്ന വലിയൊരു ക്ഷീണമായിരിക്കും. തുറന്നു പറയാൻ കഴിയുന്നുമില്ല. ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ അത് വളരെ പ്രകടമാണ്. കാരണം ഈ ട്രാൻസ്ജെൻഡേഴ്സിന് സാരി ഉടുത്തിട്ട് പോകാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പാൻറ് ഷർട്ട് ഇട്ടിട്ട് പോകാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോൾ പിന്നെ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ അങ്ങ് പോയിക്കോളും, പുരുഷന്മാർ എന്നുള്ള രീതിയിൽ പോയിക്കോളും, മറ്റുള്ളവർ തടയാൻ വരില്ല എന്നുള്ളത് അതാണ് വിഷയം. ആ വിഷയത്തിൽ ഇപ്പോൾ പിണറായി സർക്കാർ വളരെ അവസരവാദപരമായ ഒരു സമീപനമാണ് എടുക്കുന്നത്. അതൊരു വഞ്ചന തന്നെയാണ്. തുറന്ന് പറയണോ അത് ഞങ്ങൾക്ക് കഴിയുന്നില്ല, അതുകൊണ്ടാണ് തടയുന്നതെന്ന്. തടയാൻ അവർക്ക് അവകാശമില്ല. അപ്പോൾ തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക, എന്നിട്ട് ഞങ്ങൾ കോടതി തീരുമാനം നടപ്പിലാക്കുമെന്നും പറയുന്നത് ശുദ്ധ വഞ്ചനയാണത്. ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്, വളരെ അപഹാസ്യമായ രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു നിമിത്തം മാത്രമാണ് ഇപ്പോഴത്തെ ഇന്ന് ഈ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെടുന്നത്. അല്ലാതെ തന്നെ കുറേ ദിവസങ്ങളായി ഈ പറഞ്ഞതുപോലെ സ്ത്രീകളെ ആരെയും തന്നെ കടത്തി വിട്ടിട്ടില്ല. പലരും വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ വരാൻ പോകുന്നു. തൃപ്തി ദേശായിയുടെയൊക്കെ കാര്യം നമുക്കറിയാവുന്നതാണ്. തിരിച്ചയക്കുക എന്നുള്ളതല്ലാതെ അത് വളരെ, അപ്പോൾ അവരുടെ പ്രഖ്യാപനത്തിൽ നിന്ന് വളരെ ഭിന്നമായൊരു സമീപനം നടപ്പിലാക്കാൻ നിർബന്ധിതമായിരിക്കുന്നു. അത് ഈ സർക്കാരിന്, ഞാനത് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ ബോധപൂർവം ചെയ്യാതിരിക്കുന്നു എന്നുള്ളതല്ല, ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ആ യാഥാർത്ഥ്യം തുറന്ന് ജനങ്ങളോട് പറയേണ്ടതുണ്ട്. അതല്ലാതെ ഇപ്പോഴത്തെ ഈ സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെല്ലാവരെയും തന്നെ കബളിപ്പിക്കുന്ന ഒന്നായി മാറുന്നു. ആ സ്ഥിതി ഇതോടുകൂടിയെങ്കിലും തിരുത്തേണ്ടതുണ്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്നു, സ്ത്രീകൾ സംഘടിതമായി തന്നെ വരാൻ തയ്യാറാകുകയാണ്. അവിടെ ഇവർക്ക് തടയേണ്ടി വരും. അല്ലെങ്കിൽ കൊണ്ടുപോവുക തന്നെ വേണം. പ്രഖ്യാപിച്ചത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നടപ്പിലാക്കണമെന്നാണ് എന്നെപ്പോലുള്ളവരുടെ അഭിപ്രായം. കാരണം സുപ്രീം കോടതിയുടെ വിധി വളരെ ന്യായമായ ഭരണഘടനാപരമായ ഒന്നാണ്. രാജഭരണകാലത്തെ വിധി പ്രഖ്യാപനമായിട്ട് ഇതിന് താരതമ്യം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അത് സ്വാഭാവികമായ ഒരു പ്രഖ്യാപനം നടത്തുന്നു, പിന്നെ ജനങ്ങൾ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ് അന്നത്തെ രാജഭരണകാലത്തുണ്ടായിരുന്ന സംഭവം. ഇപ്പോഴല്ല. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കോടതി വിധി വന്നു, സംസ്ഥാന ഗവൺമെൻറ് ഉടനെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളത് പൂർണ്ണമായി അംഗീകരിക്കുകയും ഞങ്ങൾ ഉടനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. എന്നിട്ടിനി അത് എപ്പോഴെങ്കിലും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നടക്കുന്നു, ഇനിയും കാലമുണ്ട് എന്ന് പറയുന്നതൊക്കെ വളരെ വേറൊരു രീതിയിലുള്ള അപഹാസ്യമായ അവസരവാദം മാത്രമാണത്. കാരണം ഒരു സർക്കാർ പ്രഖ്യാപിച്ച കാര്യം നടപ്പിലാക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് തുറന്നു പറയണം. ഇത് രണ്ടും ഇല്ലാത്ത ഒരുതരം വഞ്ചനാപരമായ ഈ സമീപനമാണ് ഇപ്പോഴത്തെ ഈ സംഭവം. ഞാൻ മടങ്ങി വരണം. ശീതൽ ശ്യാം, സ്വാഭാവികമായും ഈ പറയുന്ന തേർഡ് ജെൻഡറുകളിൽ അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സുകളിൽ ഭൂരിഭാഗം പേരും വിശ്വാസികളാണ്. എന്ന് മാത്രമല്ല അവരുടെ വിശ്വാസം വളരെ തീവ്രവുമാണ്. പല ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളും വളരെ തീവ്ര ദൈവവിശ്വാസികളോ അല്ലെങ്കിൽ അങ്ങനെ മതാചാരങ്ങൾ പുലർത്തുന്നവരോ ഒക്കെയുമാണ്. അവരെ സംബന്ധിച്ച് അവർ ശബരിമലയിൽ പോകുന്നില്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇവർ പോകാനിടയായ ഇപ്പോഴത്തെ സാഹചര്യം ഈ സുപ്രീം കോടതി വിധിയും ആ വിധി നടപ്പാക്കുമെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനവുമാണല്ലോ. അപ്പോൾ ഇന്നത്തെ പോലീസിൻ്റെ പെരുമാറ്റത്തോടെ സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട്, ആ നിലപാടിൽ നിങ്ങൾക്ക് വിശ്വാസം പോയോ? അതോ സർക്കാരിന് ഇത് ചെയ്യാൻ കഴിയുന്നില്ല? ഇപ്പോൾ ഇവിടെ കെ വേണു ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു കാര്യം പ്രഖ്യാപിച്ചു, പക്ഷേ അത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന നിസ്സഹായാവസ്ഥയാണോ നിങ്ങൾ കാണുന്നത്? അല്ല, ഒരു വിശ്വാസിക്ക് ഒരു ക്ഷേത്രത്തിൽ പോവേണ്ടി വരുന്നതിന് സർക്കാർ സഹായം ആവശ്യമായി വരുന്നത് വളരെ സങ്കടകരം തന്നെയാണ്. നമ്മുടെ ഈ നാട്ടിലെ പല ക്ഷേത്രങ്ങളുണ്ട്, അവിടെയൊക്കെ തന്നെ ധാരാളം ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രം പോകുമ്പോൾ സർക്കാരിന്റെയും പോലീസിന്റെയും ഒക്കെ പ്രൊട്ടക്ഷനോട് കൂടി പോവേണ്ടി വരുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതിലുപരി നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ അതൊക്കെ ലംഘിക്കുന്ന തരത്തിലാണ് ഇപ്പോഴും നിലനിൽക്കുന്ന സംഭവ വികാസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ശ്രീ SP ഹരിശങ്കർ പറഞ്ഞതുപോലെ, അദ്ദേഹം പറഞ്ഞത് സ്ത്രീക്കും പുരുഷനും ഉള്ള ഒരു നിയമസാധ്യതയാണ് സുപ്രീം കോടതി ശബരിമല ജഡ്ജ്മെന്റിൽ കാണുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യത്തിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്.
സത്യത്തിൽ ഭരണഘടനയെ നമ്മൾ കൃത്യമായിട്ട് വായിക്കേണ്ടതാണ്. അവിടെ സ്ത്രീക്കും പുരുഷനുമല്ല അവകാശങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് വിശ്വാസത്തിന്റെ അവകാശമായിക്കോട്ടെ, ലിംഗത്വത്തിന്റെയോ ലൈംഗികതയുടെയോ തെരഞ്ഞെടുപ്പിന്റെയോ ഭക്ഷണത്തിന്റെയോ വസ്ത്രത്തിന്റെയോ ഒക്കെ തന്നെ അവകാശങ്ങൾ ആസ് എ പേഴ്സൺ ആണ്, വ്യക്തിക്കാണ് അവിടെ അവകാശം. ആ അവകാശങ്ങൾ കൃത്യമായിട്ട് കിട്ടേണ്ടത് ഒരു ഇന്ത്യയിലെ പൗരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ പൗരൻ എന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിൽ അത് ഏത് വ്യക്തിയുടെ അവകാശമാണ്. അത് ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ. അപ്പൊ ഭരണഘടനയെ കൃത്യമായിട്ട് വായിക്കുന്നവരായിരിക്കണം ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കണമെന്നാണ് എന്റെ പക്ഷം. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള മോശം അഭിപ്രായങ്ങൾ പറയേണ്ടി വരുന്നത്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത്, ഇവരോട് പാന്റും ഷർട്ടും മാറാൻ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്റെ വോയിസ് റെക്കോർഡ് നമ്മുടെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടികൾ അത്രയധികം മാനസികമായി പീഡനം അനുഭവിച്ച് മാധ്യമങ്ങളോട് അത് വിളിച്ചു പറയേണ്ടി വന്നത്. സർക്കാർ തന്നെയാണ് സുരക്ഷ നൽകുമെന്ന് ഉറപ്പ് എന്ന് നമുക്ക് തന്നിട്ടുള്ളത്. ആ സർക്കാരിന്റെ പോലീസ് തന്നെ നമ്മളോട് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ എവിടെയാണ് നീതി തേടി പോവേണ്ടത് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, തന്ത്രിയാണോ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് ഒരു വലിയൊരു വശമുണ്ട്. കാരണം ശബരിമല എന്ന് പറയുന്നത് കാടിന്റെയും ആദിവാസികളുടെയും ഒക്കെ തന്നെ വലിയൊരു മലയായിരുന്നു, ശബരിയുടെ മലയായിരുന്നു. അവിടെ തന്ത്രി കുടുംബം എങ്ങനെ വന്നെന്നും തന്ത്രികൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്നൊക്കെയുള്ളതിന് പിൽക്കാലത്തെ വലിയൊരു രേഖകളാണ്. പുരാണം പഠിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് പലരും ഉണ്ട്. തമിഴ്നാട്ടിലെ തിരുനങ്കൈ എന്ന് പറയുന്ന വിഭാഗം ശബരിമലയിൽ വരുന്നത് തന്നെ ശിവനും മോഹിനിയും ആയിട്ടാണ്. കാരണം അവരുടെ ശരീരത്തിൽ 2 അംശങ്ങളുണ്ട്, ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും. അതുകൊണ്ട് തന്നെ അവർ തേർഡ് ജെൻഡേഴ്സ് അല്ല. സ്ത്രീകളെക്കാട്ടും പുരുഷന്മാരെക്കാട്ടും മുൻപന്തിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അവർ ഫസ്റ്റ് ജെൻഡേഴ്സോ ഒക്കെ തന്നെയായിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ഉള്ള വ്യക്തികളായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് ഒരു ശിവനും മോഹിനി രൂപത്തിൽ തന്നെയാണ് അവർ വരുന്നത്. അവരുടെ ശരീരത്തിൽ 2 അംശമുണ്ട്, ഒരു മാസ്കുലിൻ പേഴ്സണും ഉണ്ട്, ഒരു ഫെമിനിൻ പേഴ്സണും ഉണ്ട്. മറ്റൊന്നൊരു കാര്യം നമ്മൾ ചിന്തിക്കുക, നമ്മൾ ട്രാൻസ് വുമൻസിന്റെ കാര്യം മാത്രം പറയരുത്. സ്ത്രീയിൽ നിന്ന് പുരുഷനായ ട്രാൻസ് മെൻസിന്റെ കാര്യം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കണം. അവരിൽ ആർത്തവമുള്ളവരുണ്ട്, യൂട്രസ് ഉള്ളവരുണ്ട്, അവരിൽ ഹോർമോൺ ഇൻബാലൻസോട് കൂടി അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസോട് കൂടി താടി മീശം വളർത്തി അവർ സർജറി കഴിഞ്ഞ് വരുന്ന ട്രാൻസ്മെൻസ് ഉണ്ട്. അവരൊക്കെ എത്ര പേര് മല കയറിയിട്ടുണ്ടാവും? അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ തന്നെ ലിംഗവും യോനിയുമുള്ള ഇന്റർസെക്സ് പേഴ്സൺസ് എത്ര പേര് മല കയറിയിട്ടുണ്ടാവും? പല സംസ്ഥാനങ്ങളിൽ അവരുണ്ട്. 20,000 കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ടെങ്കിൽ അതിലൊരാൾ ഇന്റർസെക്സ് പേഴ്സൺ ആണ്, ഉഭയലിംഗരാണ്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് എങ്ങനെയാണ് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ്, ആർത്തവത്തിന്റെ പേര് പറഞ്ഞ്, ശരീരത്തിന്റെ ഭാഷയുടെ പേര് പറഞ്ഞ്, വസ്ത്രത്തിന്റെ പേര് പറഞ്ഞ് മാറ്റി നിർത്താൻ സാധിക്കുക? ആദ്യം എനിക്ക് രാജ്മോഹൻ ഉണ്ണിത്താനോട് പറയാനുള്ളത്, ആദ്യം പുരാണങ്ങളൊന്ന് എടുത്തു വായിക്കുക. ഹിന്ദു മതസംഹിതകളിൽ പലതും ബൃഹന്നളയായിട്ടും ശിഖണ്ഡിയായിട്ടും ഹിജടകളായിട്ടും കിന്നറ സമുദായമായിട്ടും ശിവശക്തീസ് ആയിട്ടും ജോഗപാസ് ആയിട്ടും ഒക്കെ തന്നെ ഈ സമൂഹം വളരെ കൃത്യമായിട്ട് മതപരമായി വിശ്വാസമുള്ളവരാണ്. ശബരിമലയിലും ഏറ്റവും പോകാൻ യോഗ്യർ സ്ത്രീകളെക്കാട്ടും പുരുഷന്മാരെക്കാട്ടും ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ വിലക്കുന്നത് തന്ത്രികുടം ആയിക്കോട്ടെ ആരായിക്കോട്ടെ അത് ശരിയല്ല. അവരുടെ വിശ്വാസത്തെ അവർക്ക് കൊടുക്കണം. എനിക്ക് തോന്നുന്നു 2016 തിരുനങ്കയിലായിട്ടുള്ള ധാരാളം ട്രാൻസ് പേഴ്സൺസ് അവിടെ കയറിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഈ വർഷം അവർ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സുപ്രീം കോടതി എല്ലാവർക്കുമുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ആ വിശ്വാസത്തിന്റെ ആനന്ദൻ, ഇവിടെ ഭരണഘടന വായിക്കാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാവുക എന്നുള്ളതൊരു പ്രശ്നമാണ്. ചിലപ്പോൾ വായിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, എല്ലാവരും വായിക്കണമെന്നൊന്നുമില്ല ഭരണഘടന പഠിക്കാനും എല്ലാവരും കഴിയണമെന്നില്ല. പക്ഷേ ട്രാൻസ്ജെൻഡേഴ്സ് ഞങ്ങൾക്ക് ശബരിമലയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് മുമ്പിൽ വരുമ്പോൾ സ്വാഭാവികമായും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് ഇത് സംബന്ധിച്ച സർക്കാരിൻ്റെ നയം എന്താണ് എന്ന് നോക്കുകയാണല്ലോ. ഈ ഭരണകൂടത്തിന് ട്രാൻസ്ജെൻഡറുകളെ കുറിച്ചൊരു നയമുണ്ട്. ആ നയത്തിൻ്റെ ആദ്യ ഖണ്ഡികയാണ് ഞാൻ വായിച്ചത്. ഈ ട്രാൻസ്ജെൻഡർ പോളിസിയിൽ എന്ത് പറയുന്നു എന്ന് വായിച്ചു നോക്കാതെ ഒരു തീരുമാനമെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത് നിയമപരമായ പ്രവൃത്തിയാണ്, അതിൽ അവ്യക്തതയുണ്ട് എന്ന് പറയുകയാണ് വേണ്ടത്. എന്ന് മാത്രമല്ല, ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് പോലീസ് അങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു, അത് ഞങ്ങൾ പരിശോധിക്കും, നീതിയുക്തമായി അവിടെ പോകാനുള്ള നടപടിക്രമങ്ങളുണ്ടാകും, ആ മറ്റേ നിരീക്ഷണ കമ്മിറ്റിയോട് ചോദിക്കുമെന്നൊക്കെയാണ്. പിന്നെ എന്തിനാണ് ഈ പോളിസി? ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഏത് പോളിസി? നമുക്കൊരു ട്രാൻസ്ജെൻഡർ പോളിസി പറഞ്ഞല്ലോ, ട്രാൻസ്ജെൻഡർ പോളിസി ദേവസ്വം മന്ത്രി പറഞ്ഞല്ലോ. അതെ, ആ പോളിസി അനുസരിച്ച് ഇവർക്ക് അവിടെ പോകുന്നതിനുള്ള തടസ്സം എന്താണ്, ആ പോലീസ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ള കാര്യം ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നല്ലേ മന്ത്രി പറഞ്ഞത്. പരിശോധിച്ചും പിശക് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്താണെങ്കിൽ അയാളുടെ മേലെ ഉചിതമായ നടപടി സ്വീകരിക്കും. അതൊക്കെ അല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ഗവൺമെൻറ് എന്ന് പറയുന്ന ഭരിക്കുന്ന ആൾക്കാർ അതിനപ്പുറത്ത് എന്താ പറയേണ്ടത്? ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഭരണഘടന വായിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വായിച്ചിട്ട് തന്നെ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ പോലും നിയമത്തെ പരിരക്ഷിക്കേണ്ട ആൾക്ക് പോലും ഇപ്പോൾ റാഫേൽ കേസ് വന്നപ്പോൾ കുഴഞ്ഞു കിടക്കുകയല്ലേ.
സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ. അവർ ഭരണഘടനാ പണ്ഡിതന്മാരല്ലേ, നിയമവിദഗ്ധന്മാരല്ലേ, ഈ വിധി പ്രസ്താവിക്കുന്നവരല്ലേ, അവർ തന്നെ കുഴഞ്ഞു കിടക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരിൽ ഏതെങ്കിലും വന്നു പോയാൽ അത് പരിശോധിക്കും. SP കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഇക്കാര്യത്തിൽ 3 പേര് അവിടെ കമ്മീഷനുണ്ട്, അവരോട് അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾക്ക് കയറാനുള്ള സൗകര്യം ഉണ്ടാക്കി തരുമെന്നാണ് SP പരസ്യമായി പറഞ്ഞത്. പക്ഷേ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒറ്റ കാര്യത്തിലോട്ടമാണ്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് മലയ്ക്ക് പോകുന്ന കാര്യം പോലീസിന് നേരത്തെ അറിയാം. ഇവിടെ ശീതൽ ശ്യാം പറഞ്ഞു കഴിഞ്ഞു, മുമ്പ് തന്നെ അവരോട് സ്പെഷ്യൽ ബ്രാഞ്ച് വിളിച്ചന്വേഷിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് വിവരം തിരക്കുന്നതെന്നാണ്. അങ്ങനെ നേരത്തെ തന്നെ പോലീസിന് അറിയാം ഇവർ വരുന്നുണ്ട് എന്നുള്ള വിവരം. പിന്നെ എന്തിനാണ് അവിടെ എത്തുമ്പോൾ തടയുന്നത്? അല്ല, അവരെ തടഞ്ഞതിനെ സംബന്ധിച്ചല്ലേ ഇത് അന്വേഷിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും നിങ്ങളത് തന്നെ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചുള്ള ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ എൻ്റെ സ്നേഹിതൻ ഉണ്ണിത്താൻ എന്തൊരു ചാരിത്ര്യ പ്രസംഗമാണ് നടത്തിയത്. RSSും സംഘപരിവാർ ശക്തികളുടെയും കൂടെയാണ് ഗവൺമെൻറ്, അവരാണ് ഇതൊക്കെ അവിടെ ചെയ്യുന്നത്. കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ലല്ലേ. കോൺഗ്രസിൻ്റെ നിലപാടെന്താ? അവസാനം ശ്രീമാൻ ഉണ്ണിത്താൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നിലപാടും അവിടെ വിശ്വാസികളെ കയറാവൂ, വിശ്വാസികൾ ആരാണെന്ന് തന്ത്രി തീരുമാനിക്കും, തന്ത്രി പറയുന്ന അനുസരിച്ചാണ് കയറുക. ആരാണ് ഈ തന്ത്രിക്ക് വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ അളവുകോലെടുക്കാനുള്ള ഏത് ഉപകരണം വെച്ചിട്ടാണ് ഇറക്കുന്നത്? അമ്പലത്തിൽ പോണ അയ്യപ്പനെ കാണാൻ പോകുന്നവരൊക്കെയാണ് വിശ്വാസികൾ, തൊഴാൻ പോണവർ, പ്രാർത്ഥന നടത്താൻ പോണവർ, വഴിപാട് നടത്താൻ പോണവർ. ആ വിശ്വാസികളെ തടയുന്ന നിങ്ങളെങ്ങനെയാണ് വിശ്വാസിയാവുക? കോൺഗ്രസ് എങ്ങനെ വിശ്വാസിയാകുക? RSSും സംഘപരിവാറും എങ്ങനെ വിശ്വാസിയാകുക? വിശ്വാസമുള്ളവരാണ് അവിടെ പോണത്. 50 വയസ്സിനിടയിൽ ഒരു സ്ത്രീക്കോ ഒരു പുരുഷനോ വിശ്വാസം വരാൻ പാടില്ല, വിശ്വാസിയാകാൻ പാടില്ല എന്ന് ഏത് നിയമത്തിൽ എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? ആർക്കാണ് ആ വിശ്വാസത്തിൻ്റെ അളവുകൾ കൊടുത്തിരിക്കുന്നത്? പറയുന്നതിന് എന്തെങ്കിലും യുക്തിയുണ്ട്, ന്യായമുണ്ട്. ആ 50 വയസ്സിനകത്ത് ആരെങ്കിലും പോയാൽ ഞങ്ങൾ തടയും എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളെങ്ങനെ വിശ്വാസിയാവും? ഇവിടെ ശീതൽ ശ്യാം കൃത്യമായി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ശബരിമലയിൽ സ്ത്രീകളെക്കാളും പുരുഷന്മാരെക്കാളും കൂടുതൽ അവകാശം ട്രാൻസ്ജെൻഡറുകൾക്കാണ്. നമുക്കറിയാം, ഹരിഹരസുധരനാണ് അയ്യപ്പൻ. ഹരിഹരസുധരൻ എങ്ങനെ ഉണ്ടായി എന്ന് നമുക്കറിയാമല്ലോ. എന്നിട്ട് അവർക്ക് അവിടെ പോകാനുള്ള അവകാശം സ്ഥാപിക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്ത്രിയുടെ ദേവപ്രശ്നം വേണം, തന്ത്രിമാരുടെ അനുവാദം വേണം എന്നാണോ? ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയാം. നിങ്ങളീ പറഞ്ഞ ഹരിഹരസുധൻ, ഹരിയുടെയും ഹരൻ്റെയും പുത്രനാണ് അയ്യപ്പൻ. അതായത് പരമശിവന് മഹാവിഷ്ണു മോഹിനി വേഷത്തിൽ വന്ന ആ മോഹിനിയിലുണ്ടായ പുത്രനാണ് അയ്യപ്പൻ. അപ്പോൾ അയ്യപ്പൻ ഈ തന്ത്രികൾ എവിടുന്നാണ് വന്നത്? ആന്ധ്രയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. ആരാ കൊണ്ടുവന്നത്? അവരെ കേരളത്തിൽ കൊണ്ടുവന്നത്. അതായത് പഴയ കന്യാകുമാരി മുതൽ ഗോകർണം വരെ കിടന്ന കേരളത്തിൽ ബ്രഹ്മണ്യം അറിയാവുന്ന, ബ്രഹ്മജ്ഞാനമുള്ള ബ്രാഹ്മണൻ ഇല്ലാത്തതുകൊണ്ട്, താന്ത്രിക വിദ്യ അറിയാവുന്ന ബ്രാഹ്മണൻ ഇല്ലാത്തതുകൊണ്ട് 108 ശിവാലയങ്ങൾ സ്ഥാപിച്ചു. പിന്നെ പരശുരാമൻ 108 ദുർഗാലയങ്ങൾ സ്ഥാപിച്ചു. അതൊക്കെ ഐതിഹ്യമല്ലേ പരശുരാമൻ? അതെല്ലാം ഐതിഹ്യമല്ലേ, ചരിത്രമല്ല. ഐതിഹ്യം ഇരിക്കട്ടെ. അല്ല ആ ഐതിഹ്യം ഇപ്പൊ പറഞ്ഞ ഇത് ഐതിഹ്യമല്ലേ? പരമശിവന്റെയും പാർവതി പിന്നെ മോഹിനിയുടെയും മകൻ, അതും ഐതിഹ്യമാണല്ലോ. പുരാണമുണ്ടോ? എവിടെ ഉണ്ടോ അതിന് തെളിവ്? ഇതൊക്കെ വിശ്വാസങ്ങളാണ്. അയ്യപ്പന്റെ അമ്മ, അയ്യപ്പന്റെ അച്ഛനുണ്ട്. അമ്മ ആരാണ്? അമ്മ ആരാണ് മിസ്റ്റർ ഉണ്ണിത്താൻ? ഞാൻ പറയട്ടെ, അയ്യപ്പന്റെ അമ്മ ആരാണ്? അച്ഛനുണ്ട്. അച്ഛൻ 1 2 ഉണ്ട്. അമ്മ ആര്? അതെല്ലാം നമ്മുടെ തർക്കം. രാജ്മോഹൻ അതല്ല തർക്കം. രാജ്മോഹൻ ഈ പറയുന്ന ആചാരങ്ങളും പുരാണങ്ങളും ശീതൽ ശ്യാം മടങ്ങി വരാം. അല്ല, അത് നമ്മുടെ തർക്കം, നമ്മുടെ ഐതിഹ്യമല്ല തർക്കം. രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ പറയുന്ന ആചാരങ്ങളാണ് പ്രധാനമെങ്കിൽ, ആചാരങ്ങളും പുരാണങ്ങളും പ്രധാനമെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്ജെൻഡറുകൾക്ക് അവിടെ അവകാശം നിഷേധിക്കാൻ ഈ ആചാരങ്ങളോ പുരാണങ്ങളോ എതിര് നിൽക്കുന്നില്ല. അതിനി ഒരു പുതിയ തന്ത്രവിധിയിലൂടെ അല്ലെങ്കിൽ പുതിയ ദേവപ്രശ്നത്തിലൂടെ തന്ത്രി തീരുമാനിക്കുമെന്ന് പറയുന്നതാണ് പ്രശ്നം. ഭരണഘടനയും അവർക്ക് അവകാശം നൽകുമ്പോഴാണ് ഈ തർക്കം എന്ന് ഓർക്കണം. ആനത്തലവട്ടം ആനന്ദൻ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ഈ നിമിഷം വരെ ശബരിമലയിൽ ഒരു ഭക്തരെയും തടയാൻ പോയിട്ടില്ല, ഒരു ഭക്തരെയും നിയന്ത്രിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ആനത്തലവട്ട ആനന്ദൻ പിൻവലിക്കണം. കാരണം ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ഒരു ഭക്തരെയും തടയാനോ ശബരിമലയ്ക്കകത്ത് കയറി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനോ ഞങ്ങൾ പോയിട്ടില്ല, പോകത്തുമില്ല. അതുകൊണ്ട് ആനത്തലവട്ട ആനന്ദൻ പറഞ്ഞത് RSSനെ കുറിച്ചാണ്, അത് കോൺഗ്രസിനെ കുറിച്ച് വേണ്ട. ഇനി ഒരു കാര്യം പറയാം. ഈ ട്രാൻസ്ജെൻഡർ അവരവിടെ പോകുമെന്ന് എത്രയോ ദിവസം മുമ്പ് പറഞ്ഞു. എല്ലാ സോഷ്യൽ മീഡിയയിലും വന്നില്ലേ? അപ്പോ
ഈ വന്ന ട്രാൻസ്ജെൻഡർ അവിടെ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെന്റ് അവരെ അവിടെ കയറ്റാൻ പറ്റുമോ കയറ്റാൻ പറ്റത്തില്ലയോ എന്ന നിയമപരമായ വശങ്ങൾ പരിശോധിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് പരിശോധിച്ചില്ല? ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. ട്രാൻസ് മെൻ ആയാലും ട്രാൻസ് വിമൺ ആയാലും അവർക്ക് ശബരിമലയിൽ പോകാൻ ഇപ്പൊ യാതൊരു തടസ്സവുമില്ല. അവർ സംരക്ഷണം ചോദിച്ചാൽ കൊടുക്കാൻ ബാധ്യത ഗവൺമെന്റ് ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് കള്ളക്കളി കളിക്കുകയാണ്. അത് ട്രാൻസ്മെന്റെ കാര്യത്തിലല്ല, ട്രാൻസ് വിമന്റെ കാര്യത്തിലല്ല. യുവതികൾ ആര് ചെന്നാലും സംരക്ഷണം കൊടുക്കുമെന്ന് പറയുന്ന പോലീസ് അവരെ അനുനയത്തിൽ അവിടുന്ന് വേണു പറഞ്ഞ പോലെ കളിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. പിണറായി വിജയന്റെ കഴിവുകേടാണ് സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ കഴിയാത്തത്. അത് വേണു പറഞ്ഞ പോലെ തുറന്നു പറയണം. ഞങ്ങളെ കൊണ്ടാവില്ല, ഞങ്ങൾക്ക് കഴിവില്ല, സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല എന്ന് പറയണം. കഴിവുണ്ടായിരുന്നെങ്കിൽ ട്രാൻസ് മെന്നിനെ, ട്രാൻസ് വിമണിനെ, യുവതികളെ എന്ത് വില കൊടുത്തും അതുകൊണ്ട് കൂടിയായിരിക്കുമല്ലോ ദേവസ്വം ബോർഡ് ഒരു വിധി നടപ്പാക്കാൻ സമയം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടാവുക. പക്ഷേ ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോഴും ഭരണകൂടം, സർക്കാർ, മുഖ്യമന്ത്രി, CPM എന്ന പാർട്ടി, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി, അവർ നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആചാരങ്ങൾ കാലാനുസൃതമായി മാറേണ്ടതിനെക്കുറിച്ച് സംസാരിക്കുന്നു. സ്ത്രീകൾക്ക് അവകാശങ്ങൾ ലഭിക്കേണ്ടതിൻ്റെ, ആരാധന ഉൾപ്പെടെയുള്ള സ്ത്രീ അവകാശത്തെക്കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും പാരലായി സമാന്തരമായി പോകുന്നു എന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എങ്ങും കൂട്ടിമുട്ടുന്നില്ല. ഒരു വശത്ത് അവകാശ പ്രഖ്യാപനം, മറുവശത്ത് ഈ ഭരണഘടനാപരമായ ഒരു വിധി നടപ്പാക്കാനുള്ള നിസ്സഹായ അവസ്ഥ. ഇത് രണ്ടും എങ്ങനെയാണ് യോജിച്ചു പോവുക? ശ്രീ കെ വേണു. ഇല്ല, അത് ഒരിക്കലും യോജിച്ച് പോകുന്നില്ല എന്നുള്ളതാണ്. ശരിക്ക് യോജിച്ച് പോകാതിരിക്കുന്ന ഈ അവസ്ഥ തുറന്നു കാട്ടേണ്ട ആവശ്യമുണ്ട്. അതിപ്പോൾ ഇവിടെ പ്രതിപക്ഷം അത് വേണ്ടത്ര ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒക്കെ നിലപാടുകളുടെ തകരാറ് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ വഞ്ചിക്കലാണ്, കബളിപ്പിക്കുകയാണ്. നമ്മളെല്ലാം തന്നെ, അതായത് ഞങ്ങൾ വളരെ ശക്തമായി സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമെന്ന് പറയുകയും അത് നടപ്പിലാക്കുന്നത് തടയുകയും ചെയ്യുക എന്നുള്ള പരസ്പര വിരുദ്ധമായ കാര്യം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സമാന്തരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ഇതുപോലൊരു ജനാധിപത്യ സമൂഹത്തിൽ സർക്കാർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങേറ്റം ഹീനമായൊരു കാര്യമാണ്, സത്യസന്ധമല്ലാത്തൊരു കാര്യമാണ് അത് ചെയ്യുന്നത്. അതൊരിക്കലും ഒരു സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ആദ്യം അവർക്കത് പറഞ്ഞത് എന്താ പറയുക, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് നേതൃത്വമൊക്കെ ഉള്ളൊരു സർക്കാർ സംവിധാനമാകുമ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകുന്നൊരു കാര്യമാണ് ആദ്യം പറഞ്ഞത്. അതിൻ്റെ സുപ്രീം കോടതി വിധി ന്യായമായ ഒന്നാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ പുരോഗമനപരമായി ചിന്തിക്കുന്നവരുടെ മുന്നിൽ അത് ന്യായമായൊരു തീരുമാനമാണ്. അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ആ സർക്കാർ ചെയ്യേണ്ട ശരിയായൊരു തീരുമാനം തന്നെയാണ്. അങ്ങനെ ശരിയായ തീരുമാനം തന്നെയാണ്. ഇവിടെ സാറാ ജോസഫ് ഉൾപ്പെടെയുള്ള എഴുത്തുകാരികൾ വനിതാ മതിലിനോട് സഹകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒരു സ്ത്രീയെ പോലും അവിടെ സംസ്ഥാന സർക്കാരിന് കയറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു വശം, മറുവശത്ത് അതിന് ശ്രമിച്ചവർക്കെതിരെ മതനിന്ദാ കുറ്റങ്ങൾ ചുമത്തി ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതേസമയം പോകാൻ ശ്രമിക്കുന്നവരുടെ വീടിന് നേരെ കല്ലേറുണ്ടാകുന്നു. അതിനെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നു. ഈ സാഹചര്യത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് ഈ വനിതാ മതിലിനോട്? വളരെ ചുരുക്കി. തീർച്ചയായിട്ടും വനിതാ മതിൽ എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ലിംഗസമത്വം സ്ഥാപിക്കാനായിട്ട് നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വനിതാ മതിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ വനിതാ മതിലിനേക്കാൾ ഉപരി ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ലിംഗസമത്വം എന്നുള്ളത് ഒരു വനിതാ മതിൽ കൊണ്ട് സാധ്യമാവുമോ എന്നുള്ളതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിന് പേട്രിയാക്കി അല്ലെങ്കിൽ ആണത്വ ബോധങ്ങളും ബ്രാഹ്മണിക്കൽ പേട്രിയാക്കിയും സവർണ ബോധവും ഒക്കെ ഉള്ള പുരുഷാധിപത്യത്തിന്റെ വലിയൊരു സാധ്യത എടുത്തു മാറ്റൽ തന്നെയായിരിക്കണം വേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ മതിലുകൾ പണിയേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രഹ്ന ഫാത്തിമ ആയാലും ബിന്ദു തങ്കം കല്യാണി ആയാലും മഞ്ജു ആയാലും അപർണ ആയാലും ഇവരൊക്കെ തന്നെ അവിടെ പോയത് വിശ്വാസികളായി തന്നെയാണ്. ആ വിശ്വാസത്തെ കണക്കിലെടുക്കാനും അവർ സാധാരണ ഒരു വിശ്വാസിയാണെന്നും അവർ അയ്യപ്പനെ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കാതെ അവർ വെറും സ്ത്രീകളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ ശക്തികളും കോൺഗ്രസ് ശക്തികളും ഒക്കെ തന്നെ ശബരിമലയിൽ വലിയ പൊരിഞ്ഞ പോരാട്ടം മാധ്യമങ്ങളടക്കമുള്ള ആൾക്കാരെടുത്ത് നടത്തിയിട്ടുള്ളത്. അപ്പൊ ശരിക്കും രാഷ്ട്രീയ നിലപാട് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ മതങ്ങളിലും ഒക്കെ ഉൾപ്പെടുന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ലിംഗസമത്വം എന്നുള്ളത് ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും സ്ത്രീക്കും പുരുഷനും താങ്കൾ
താങ്കൾ കൈ ഉയർത്തിയത് കൊണ്ട് താങ്കൾക്ക് പറയാൻ 1 മിനിറ്റേ ഉള്ളൂ, ഇനി നമുക്ക് ബാക്കി. അല്ല, ഇവിടെ മിസ്റ്റർ വേണുവും അതുപോലെ തന്നെ ഉണ്ണിത്താനും എല്ലാം പറയുന്നത് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഈ ഗവൺമെൻറ്റിന് താല്പര്യമില്ല എന്നാണ്. ആർക്കാ താല്പര്യമില്ല? സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ അവിടെ ഒരുക്കാവുന്ന സന്നാഹങ്ങളൊക്കെ ഒരുക്കിയതിന് ശേഷവും ഈ കോൺഗ്രസും RSSും സംഘപരിവാർ ശക്തികളും ശ്രീ വേണുവിനെപ്പോലുള്ള ആൾക്കാർ പോലും കലവറയില്ലാതെ ഗവൺമെൻറ് പിന്തുണയെടുക്കുകയല്ല ചെയ്യുന്നത്. ഗവൺമെൻറ് പരാജയപ്പെട്ടു, കപട വേഷമാണ് കെട്ടുന്നത്, വിധി നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് പരോക്ഷമായി ഈ പ്രതിഷേധക്കാരോടൊപ്പമാണ്. അവിടെ ഒരു വെടിവെപ്പോ ലാത്തി ചാർജോ നടത്തി അതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഇവർ ശ്രമിക്കുന്നത് നടന്നില്ല. അതാണ് പരാജയം എന്ന് പറയുന്നത്. ഈ ഗവൺമെൻറ് ലക്ഷ്യം കയറ്റണമെന്ന് വെച്ചാൽ 10,000 10,000 പേരെ കയറ്റണമെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റോ ഇതിന് പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനം വിചാരിച്ചാൽ എപ്പോൾ കയറിയെന്ന് നോക്കിയാൽ പോരെ, അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട്. അതല്ലാതെ തടസ്സം നീക്കി ആളുകളെ പക്ഷേ ഇവരെ എല്ലാവരും കൊണ്ട് അവിടെ കയറ്റുന്ന ജോലിയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടില്ല. അവിടെയുള്ള തടസ്സം നീക്കിയാൽ ആ തടസ്സം നീക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. അത് ക്ഷമയോടുകൂടി അവിടെ വെടിവെപ്പും ഇതെല്ലാം ഉണ്ടാകാതിരിക്കത്തക്ക വിധത്തിലുള്ള സമാധാനപരമായി ആ പ്രശ്നം പരിഹരിക്കാനുള്ള പരിശ്രമം നടത്തുന്നു. അതിൻ്റെ അർത്ഥം സുപ്രീം കോടതി വിധി നടപ്പാക്കാതിരിക്കലല്ല, സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ച് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഇത് അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ, കെ വേണു, ശീതൾ ശ്യാം ഈ ഘട്ടത്തിൽ ഈ ചർച്ചയോട് സഹകരിച്ചതിന്